അത്യാവശ്യം ഒരു 10-250-300 ഉണ്ടാവും. മരെല്ലാം ഒറ്റക്കൈമാര് മരി. ഒരു ഫീമെയിലോ ആണല്ലേ? കാഴ്ച ഭംഗിയുണ്ട്. വായ്ക്ക് ഒരുമാതിരി ജോക്കർ ലിപ്സ് പോലെ ആയിരിക്കും, നല്ല വലുപ്പമായിരിക്കും. ബ്രോ നമസ്കാരം. നമ്മൾ വീണ്ടും ബ്രോയുടെ ഫാമിലേക്ക് വരികയാണ്. കുറെ വെറൈറ്റി പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വന്നേ. ഉണ്ട് കുറച്ച് റെഡി ഉണ്ടല്ലേ? ഇനിയിപ്പോ വേനൽക്കാലമല്ലേ, അതാണ് ഞങ്ങൾക്ക് സമയമുണ്ട്. മഴക്കാലം ആകുമ്പോഴാണ് ഇനി നമ്മുടെ വളർത്തുന്നതിന്റെ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ള 2 മാസം നല്ല കടുത്ത വേനൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നല്ല പണിയാണ്. എത്തിയിരുന്ന ഒരു വർഷത്തിനുള്ള മീനെ ബ്രീഡ് ചെയ്യാണ് നമ്മുടെ പരിപാടി. ബ്രോ നമുക്ക് ലോബ്സ്റ്റർ ബ്രീഡ് ആയിട്ടുണ്ട്. ലോബ്സ്റ്റർ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പോവായോ? ഇതിനകത്ത് കൂടുതൽ ലോബ്സ്റ്റർ ബ്രീഡ് ചെയ്യുന്നത്. ടാങ്കിന്റെ അകത്തൂടെ കാണാൻ ഇച്ചിരി പാടായിരിക്കും, കുഞ്ഞുങ്ങളുടെ അടി കൂടെ അതൂടെ എല്ലാം പേരന്റ് സ്റ്റോക്ക് കിടക്കുന്നത്. ഇതിന്റെ ബ്ലൂവോ വെട്ടത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് അതിന്റെ കളർ അറിയാം. വെറൈറ്റി ആണല്ലോ. കുഴപ്പമില്ല. ഇതൊക്കെ നോർമൽ കളറാ, റയർ ആയിട്ടുള്ള കളറൊന്നുമില്ല. ബ്ലൂവും റെഡും ഏറ്റവും കോമൺ ആയിട്ടുള്ള കളറാ. അത്യാവശ്യം ഇപ്പൊ ബ്രീഡ് ചെയ്ത് കിടക്കുന്നത് കൂടുതലും റെഡിന്റെ കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം. ഇതിന്റെ അകത്ത് നമുക്ക് അമ്മമാര് ഷെൽട്ടർ ആയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടി എപ്പോഴും ഇഷ്ടപ്പെടുന്ന മീനാണ്. നമ്മളിങ്ങനെ പൈപ്പ് വെച്ച് കൊടുക്കും, കറക്റ്റ് അവന്മാര് പൈപ്പിന്റെ അകത്ത് ഇരുന്നോളൂ. വെളിയിൽ ഇറക്കിക്കൊണ്ട് ഇല്ല, അത്യാവശ്യം പുറത്തോളം ഇവന്മാര് കയറി പോകുന്ന ഒരു ഫ്രെയിം ഉണ്ട്. ഇവന്മാര് കരക്കൂടെ കയറി അങ്ങോട്ട് വിട്ടു. ഇവൻ അത്യാവശ്യം ഇറക്കും. ഇതൊരു ജോനയിലാണ്, ബ്രീഡിംഗ് സൈസ് ആയിട്ടില്ല. ഫുൾ സൈസ് ആയ പറഞ്ഞത് ഞാൻ പിടിച്ച് കാണിക്കാം. ഇതിനകത്തൊക്കെ ഇപ്പൊ കുഞ്ഞിറങ്ങി കിടക്കുന്നത് 4-5 ടാങ്കി കുഞ്ഞുണ്ടായി കിടക്കുന്നു. എഗ് ഉള്ള പറഞ്ഞത്തെ കാണിക്കാം. ഇതിനകത്ത് ഒരു എഗ് ഉള്ള മാറ്റിയിട്ടുണ്ട്. ഇത് റെഡാണ്. ഇത് അതിന്റെ എഗ് തന്നെ. കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. അത്യാവശ്യം ഒരു 10-250-300 ഉണ്ടാവും. അത്യാവശ്യം ഫെർട്ടിലൈസ് ആയതാണ്. കണ്ണും വാലും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയതാണ്. അധികം നേരം നമുക്ക് ഇങ്ങനെ ഇടുവാണെങ്കിൽ 1.5 അതിനകത്ത് കയറിയിരിക്കാൻ. അത് വരുന്ന റെഡ്, നോർമൽ റെഡ്. ഇപ്പൊ ഇതിന്റെ തീറ്റ തന്നെ കൊടുക്കുക? ഫോക്സ് സ്റ്റൈൽ കൊടുത്തോണ്ടിരിക്കുന്നത്. ഫോക്സ് സ്റ്റൈൽ മാത്രം മതിയോ? ഫോക്സ് സ്റ്റൈൽ ഉണ്ട്, ഇവരുടെ ഫുഡ് ഉണ്ട്. നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഫോക്സ് സ്റ്റൈൽ ആണ്. ഇത് അതിന്റെ ഇച്ചിരി വലുത് പറഞ്ഞു. ഇതൊരു ഫീമെയിൽ ഫിഷ് ആണ്. മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ഭയങ്കര സിമ്പിൾ ആണ്. ഇതിന്റെ സെന്ററിൽ ഇതുണ്ട് ഒരു വൈറ്റ് കളർ, ഏഞ്ചലിന്റെ പോലത്തെ. ഏഞ്ചലിന്റെ ഫീമെയിൽ ഇങ്ങനെ സെന്ററിൽ ഒരു ചെറിയ പൈപ്പ്, ഇങ്ങനെ പൈപ്പ് ഉള്ളത് മെയിലാണ്. ഈ കാണുന്നതാണോ? അല്ലല്ല, സെന്ററിൽ ഇതുണ്ട് ഒരു വൈറ്റ് പോർഷൻ കാണാം. ഇത് എന്റെ ഒരു ഫീമെയിൽ ഫിഷ് ആണ്. മെയിൽ വരുമ്പോഴത്തേനും അവിടെ ജസ്റ്റ് ഒരു പൈപ്പ് പോലെ ഉണ്ടാവും. അത്രേ ഉള്ളൂ, ആ ഒരു വൈറ്റ് സ്പോട്ട് മാത്രമേ ഉള്ളൂ. അതെ. ഇതൊക്കെ അത്യാവശ്യം നല്ല മച്ചുർ ആയി പറഞ്ഞു. ഇതിപ്പോ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പിന്നെ മരണയാർന്ന് പെട്ടെന്ന് തന്നെ മുട്ടയാവും. എല്ലാത്തിന്റെ അത് ഒളിച്ചിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു ഷെൽട്ടർ വെച്ച് കൊടുക്കും. അത് വലിയ ട്രേഡ് സീക്രട്ട് പ്രത്യേകിച്ചൊന്നും സീക്രട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഷെൽട്ടർ ഒളിച്ചു നിൽക്കാൻ വേണ്ടി കൊടുത്തേച്ചാൽ മതി. അത്യാവശ്യം കൗണ്ട് കിട്ടുന്നുണ്ട്. ഈ അധികം മെയിൻ്റെനൻസും വേണ്ട. ലാസ്റ്റ് ബാച്ച് ഒക്കെ ഒരു ബാച്ച് നമുക്കൊരു 200-250 ഒരു മീനാണ് കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ല. സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. ഞാൻ പിന്നെ ഫോക്സ് സ്റ്റൈൽ കൊടുത്ത് ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആയില്ല, ഒന്ന് പണി പിടിച്ച് വരുന്നുള്ളൂ. ഞാൻ ഫോക്സ് സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുവേണ്ടി തന്നെ സ്പെഷ്യൽ ഫുഡ് ഉണ്ട്, അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊരു അഡൽട്ട് സൈസാണ്. ഞാൻ കൊടുക്കുന്ന കൂടുതൽ ജോനൈൽ സൈസാണ്. ജോനൈൽ ആകുമ്പോഴത്തേനും നമുക്ക് എനിക്ക് തോന്നുന്നു ഹോൾസെയിൽ ഒരു ഓരോ പ്രദേശത്തെ പോലെ ഇരിക്കും കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ കൊറിയർ വിടുന്ന റേറ്റും നമ്മൾ ഇവിടെ വന്നു കൊണ്ടുപോകുന്ന റേറ്റും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു 10 പീസ് നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് പെട്രോൾ എക്സ്പെൻസ് കൊണ്ട് എല്ലാം ഉണ്ടല്ലോ. കയറ്റി വിടാൻ വേണ്ടി തന്നെ 10-20 കിലോമീറ്റർ ഓടുന്നത്. അപ്പൊ ആ ഒരു റേറ്റ് ഒരിക്കലും ഫാമിൽ വന്ന് കളക്ട് ചെയ്യുമ്പോൾ അത്ര റേറ്റ് ഉണ്ടാവില്ല. നേരെ പിടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പം കടയിലേക്ക് പോകുമ്പോൾ 40-50 രൂപ റേറ്റ്. ഓൾമോസ്റ്റ് തീർത്ത് ജൂനൈലല്ല, ഷേപ്പായ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബ്ലൂ ആണ് ഇപ്പൊ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ലാസ്റ്റ് ബാച്ച് എല്ലാം ബ്രീഡ് ചെയ്ത റെഡ് ആണ്. ഇപ്പോഴും ബ്രീഡ് ചെയ്ത് കിടക്കുന്ന റെഡാ. അപ്പം ബ്ലൂ ഇല്ലാത്ത കാരണം ബ്ലൂവിനൊരു താല്പര്യമാണ്. നിറയെ ബ്ലൂ ആയി കഴിയുമ്പോൾ പിന്നെ റെഡിനാവും ആവശ്യക്കാര്. ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ കിടക്കുന്ന കുഞ്ഞുങ്ങൾ റെഡിന്റെ അല്ലേ? ആ റെഡാണ്. വല എടുത്തിട്ട് വന്നാൽ മതിയോ? അതിനകത്തൊക്കെ പിങ്ക് അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഈ 2 കുളത്തില് പിങ്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞിറങ്ങിയിട്ടൊരു ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇതിനകത്ത് വെച്ചാണെങ്കിൽ ചിലപ്പോൾ കാണാമായിരിക്കും. വിഷ്വൽ കിട്ടുന്നുണ്ടോ? ഞാൻ കഴിക്കാത്ത എടുത്ത് കാണിക്കാം. അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ.
കാണാൻ പറ്റുന്നുണ്ടോ? തീരെ ചെറിയ സൈസ് അല്ലേ? തീരെ മൈനോട്ട് മഞ്ഞള. ഓക്കെ. അത്യാവശ്യം എണ്ണം ഉണ്ട്. ഇത് റെഡിന് തന്നെ ഇത്തവണ വൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു മിൽക്കി വൈറ്റ് പാറ്റേൺ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും ചെറിയതല്ലേ? ഇത്രയും ചെറിയത്. ഒരു ഒരാഴ്ച വെച്ചും കൊണ്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് ആവുന്നത്. സച്ചിൻ, അപ്പൊ ഇതിന് നമുക്ക് എയറേഷന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല? എയറേഷൻ്റെതായിട്ടുള്ള പ്രശ്നമില്ല. എന്നാ വെച്ചാൽ ഈ വെള്ളം നന്നായിട്ട് നിറഞ്ഞെടുക്കണം. ആ വഴി കയറി ആണല്ലേ? വെള്ളം അത് ഇച്ചിരി താത്തിയിട്ടേക്കണം. ഇവരെല്ലാം കയറി പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മള് പണ്ട് നമുക്ക് ഇവിടെ ഗപ്പി ബ്രീഡ് ചെയ്തോണ്ടിരുന്നല്ലേ? വീടിന്റെ അകത്തേക്ക് ബ്രീഡ് ചെയ്യുന്നത്. ഇതിപ്പം ഓരോ സമയത്ത് ഇങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഷ്രിമ്പിനോടൊക്കെ ആൾക്കാർക്ക് താല്പര്യം. ഇപ്പൊ നമുക്ക് ഇത് കൊടുക്കാൻ അവൈലബിൾ ഉണ്ടോ? ഇതൊരു 25 ദിവസം താമസം. 25 ദിവസം. ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം നന്നായിട്ട്. 25 ദിവസം കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇപ്പോഴത്തേക്കാണ് മീനിന്റെ കേസ് ആയിരുന്നു, നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും വിളിക്കുന്നവർക്ക് നമുക്ക് 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാം, കുഴപ്പമില്ല. ലൈവ് ആയിട്ടുള്ള സാധനം മീൻ മാത്രമല്ല, അത് പന്നിയാണെങ്കിലും ഇവിടെ ഏത് മേഖലയാണെങ്കിലും നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബൈ ചാൻസ് നാളെ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ മൊത്തം പോകും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതുവരെ ഓക്കെയാണ്. ഒരു 15-20 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഓപ്ഷണൽ ഇവിടെ ഹെവി സൈസ് നമ്മളവിടെ കണ്ടതിന്റെ അതിന്റെ ചൂടെ വലിയ ബ്രൂഡേഴ്സ് തേള് പോലെ ഇരിക്കും. അവർക്ക് ഇച്ചിരി ഡേഞ്ചറാ. കൈ കെട്ടിയിട്ടുള്ള കൈയൊക്കെ കടിച്ചു പറിക്കും. ആണല്ലേ? ആ, തേളിന്റെ പോലെ ഇങ്ങനെ കാലൊക്കെ ഉണ്ടാവും. ഇതൊരു മെയിൽ ഫിഷാണ്. ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിലിന് വലിപ്പക്കൂടുതലുണ്ടാവേ. ഇതിന് ഫീമെയിലിനെ കൂടെ കാണിക്കാം. ഫീമെയിൽ ഭയങ്കര ചോട്ടമായിരിക്കും മെയിലിനെ അപേക്ഷിച്ച് കേട്ടോ. വലിയ ഫീമെയിലും ഉണ്ട്, എന്നാലും മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിൽ ചെറുതാണ്. ഇതൊരു ഫീമെയിൽ ചെറുതായിരിക്കും. എല്ലാമാർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി ഷെൽട്ടർ വെച്ച് കൊടുത്തേക്കണം. ഈ കുഴലിൻ്റെ അകത്തൊക്കെ കുഴലിനകത്തൊക്കെ കാണുമെന്ന് പറഞ്ഞു തന്നു. ഇത് എഗ്ഗ് ഉള്ളവരണം അടിക്കും. അവനങ്ങനെ മടക്കിയിരിക്കാൻ മിക്കവാറും എഗ്ഗ് ഉള്ളപ്പോഴായിരിക്കും. കുറച്ച് എഗ്ഗേ ഉള്ളൂ, എന്നാലും ഫെർട്ടിലൈസ് ആയ എഗ്ഗാണ്. അങ്ങനെ ഇങ്ങനെ എഗ്ഗ് ഉണ്ടായപ്പോൾ എപ്പോഴും ഇങ്ങനെ മടക്കി വെക്കും. ഇതിന് വലിപ്പമുള്ളതിനൊക്കെ എന്നാ വിലയ്ക്ക് കൊടുക്കുന്നേ? ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതൽ വലുതിനെ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് ആയിട്ടില്ല. അല്ലെ, ജുവനൈൽ സൈസിൽ തന്നെ ആൾക്കാർ ഇച്ചിരി പിടിച്ചു കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. മെയിനായിട്ട് ഈ കൊറിയർ പരിപാടി ആയ കാരണം കേരളത്തിന് എവിടെയുള്ള ആളാണെങ്കിലും നമുക്ക് ഈ സാധനം എത്തിക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് കഴിഞ്ഞ ബാച്ച് ഇത് കയറി പോയത് കണ്ണൂർ സൈഡിലേക്ക് കൂടുതൽ 5 10 വെച്ച് ഈ ആൾക്കാർ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് റീലൊക്കെ കണ്ടിട്ട് പിള്ളേർ കോൺടാക്ട് ചെയ്തു. നമുക്കാണെങ്കിൽ എളുപ്പമാണ്. ഇവിടുന്ന് മിക്കവാറും തിങ്കളാഴ്ച ബുധനാഴ്ച 2 ദിവസം നമ്മൾ കൊറിയർ വിടുന്നത്. അപ്പോൾ ആ ഒരാഴ്ചത്തെ ഓർഡർ മുഴുവൻ നമ്മൾ എഴുതി വെച്ചിട്ട് ഒരു ദിവസം എല്ലാം കൂടെ നമുക്ക് വണ്ടിക്ക് പോകണമെങ്കിൽ മുതലാവും. അല്ലാതെ പെട്ടെന്ന് വിളിച്ച് നാളെ ഒരു 5 മീനെ കയറ്റി വിടാൻ പറഞ്ഞാൽ നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസും പാക്കിംഗ് എക്സ്പെൻസ് ഒന്നും അത്ര എക്കണോമിക്കൽ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ ഓർഡറും ഇത് ഈ നമ്മൾ ഓപ്ഷനെ കൊടുക്കുമ്പോഴേ കൈ കൊണ്ട് ഇറക്കിയിട്ട് മറ്റേ പ്ലാസ്റ്റിക് ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും മസ്റ്റായിട്ട് ഫോക്സ് സ്റ്റൈൽ ഉണ്ടല്ലോ, പായൽ നമ്മൾ കണ്ട വള്ളിപ്പായലുണ്ടല്ലോ, അതുകൊണ്ട് പായൽ നന്നായിട്ട് തിക്കായിട്ട് ഇടും. അപ്പൊ അവന്മാർ വലിയ അലമ്പില്ലാണ്ടിരുന്നു. പാക്കിങ്ങിൽ എനിക്ക് തോന്നുന്നു 4 ദിവസം വരെ സേഫ് ആയിട്ടിരിക്കും. ഇത്തവണ തമിഴ്നാടൊക്കെ വിട്ടു, ചെന്നൈ വിട്ടിട്ടുണ്ട്, ബാംഗ്ലൂർ വിട്ടു. അതൊക്കെ കുഴപ്പമില്ല, 3 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ ചെന്നു. പക്ഷേ സേഫ് ആയിരുന്നു. എവിടെ ഒരിടത്ത് വിട്ടത് മാത്രം ഒരു മോർട്ടാലിറ്റി അടിച്ചു. അത് പക്ഷേ ഈ കൂട് പൊട്ടിപ്പോയതാ. അതൊരു നമ്മൾ റീപ്ലേസ് ചെയ്യോ റീഫണ്ട് ചെയ്യുക എന്താണ് ചെയ്യും. എന്ന് വെച്ചാൽ അത് നമ്മുടേതായ തെറ്റല്ലായിരുന്നു. ഈ ലഗേജ് ലൈഫ് ടേപ്പൊക്കെ ചുറ്റിയിട്ടാ വിടുന്നത്. എന്നാൽ പോലും ചിലർ ഇതിന്റെ മണ്ടയിലേക്ക് കൊണ്ട് വേറെ വലിയ വെയിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേനും കൂട് ഡാമേജ് ആയി. അപ്പൊ റിസ്ക് നമ്മളെല്ലാം ഏറ്റെടുക്കും. അലിഗേറ്റർ അല്ലേ? സൈസായി 2 അടി 2 ആണോ? 2 ഉണ്ടല്ലേ? ഇത് നട്ടറിന്റെ ആൽബിനും ഒരു മോൺസ്റ്റർ ഫിഷ് എന്നൊക്കെ വേണം പറയാം. ആണോ? മിക്സ് ആയിട്ടൊക്കെ നമുക്ക് മോൺസ്റ്റർ ഫിഷിന്റെ കൂടെ ഇടാം. കാഴ്ചക്ക് ഒരു ഭംഗിയുണ്ട്. കണ്ണ് ചുവന്നായിരിക്കും. കണ്ണ് ചുവന്നാണ്. നമ്മൾ ആൽബിനോ നട്ടർ അതിന് പൊതുവെ പറയുന്നത്. ഇത് സൈസ് അനുസരിച്ച് നമ്മൾ ഹോൾസെയിലൊക്കെ പോകുമ്പോൾ ഒരു 80 രൂപ ഇത്രയും വലിപ്പമുള്ളതിനാ. വേറെ മീനുമായിട്ട് ഇച്ചിരി ഇമാരെ അലമ്പാ. ചില മീനുകൾ ഈ ചില കളറിനോടൊക്കെ കടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഗോൾഡ് ഫിഷിനോടൊക്കെ കൊണ്ട് ഇടുവാണെങ്കിൽ ഇമാർ കടിച്ചോണ്ടിരിക്കും. ഇച്ചിരി വലിപ്പമുള്ള ടാങ്കിലൊക്കെ ഇടുന്ന ഏറ്റവും നല്ലത്. ഒരു 2000-3000 ലിറ്റർ കൊള്ളുന്ന ടാങ്കിലൊക്കെ കുളങ്ങളിൽ ഫാൻസി ആയിട്ടൊക്കെ ഇടാം. കോഴിക്കാർപ്പിന്റെ കൂടെ ഒക്കെ ഇടാം. ഇച്ചിരി ഏരിയ ഉണ്ടെങ്കിൽ ഗ്ലാസ് ടാങ്കിൽ കൊണ്ട് വിട്ടുകൊണ്ട് ഇമാർ അലമ്പ അല്ലേ. കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ബട്ടിക്കിപ്പറി എന്ന് പറയും, ആഫ്രിക്കൻ തിലാപ്പിയ എന്ന് പറയും. തിലാപ്പിയ എന്ന് പൊതുവെ പറയണം.
അത്യാവശ്യം നല്ല ഫ്ലഷി ആയിട്ടുള്ള ഇത് നമ്മൾ അത്യാവശ്യം ഇപ്പം ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ്. വലുപ്പം നമ്മളിങ്ങനെ കൈക്കകത്ത് കാണിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ വലുപ്പം പിടി കിട്ടും. ചെറുമീനെ പോലെ തന്നെ അല്ലേ? പോലെ തന്നെ ഇരിക്കും. അത്യാവശ്യം നല്ല ഫ്ലഷിയാണ്. കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? നല്ല സാധനം. ശരി, ഒരെണ്ണമായിട്ടൊന്ന് കിട്ടുമോ? കയറിയോ? അണക്കമില്ലാത്ത ചെറുതാണോ അല്ലേ? കുഴപ്പമില്ല. ഇതിൽ കണ്ടിട്ടൊരു ഫീമെയിൽ ചായ ഉണ്ട്. അത് മറ്റവന്മാരെ പോലെ ഇങ്ങനെ വായിക്കകത്ത് കൊണ്ടു കിടക്കുന്നേക്കാളും കൂടുതൽ ഒട്ടിച്ചു വെക്കാം മുട്ട. ഇതൊരു ഫീമെയിലാണ്. ആണല്ലേ? കാഴ്ച ഭംഗിയുണ്ട്. വായിക്ക് ഒരുമാതിരി ജോക്കർ ലിപ്സ് പോലെ ആയിരിക്കും. നല്ല വലുപ്പമായിരിക്കും. ഇത് നമുക്ക് പേരന്റ് കൊടുക്കാനുണ്ടോ? പേരന്റ് ഇല്ല, കുഞ്ഞുങ്ങൾ. കുഞ്ഞാണോ? ആ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും. അതറിയാമല്ലേ കുഞ്ഞുങ്ങളോട്? അതിൻ്റെ കുഞ്ഞുങ്ങൾ നിറച്ച് കുഞ്ഞുങ്ങളല്ലേ? നിറച്ച് കുഞ്ഞുങ്ങൾ അതിൻ്റെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ. ഇപ്പം ഇതിനെ ഇത് പിടിച്ച് മാറ്റുമോ? ഇതിനെ പിടിച്ച് മാറ്റിയേക്കാം. പിടിച്ച സ്ഥിതിക്ക് മാറ്റണം. ഇനി തിരിച്ചു വിട്ടാൽ പണിയാണ്. ആണോ പോകുന്നത്? കാണാൻ പാടാം. ഏറ്റവും സിമ്പിളായിട്ട് ഇവിടെ ബ്രീഡ് ചെയ്യാൻ സാധനം സീബ്ര. പല സൈസ് സീബ്ര ഉണ്ട്. യെല്ലോ, റെഡ്, ബ്ലൂ, എല്ലാ കളറുണ്ട്. അത് ഇതിൻ്റെ അത് ബദാമിൻ്റെ ഇല കൂടുതൽ ഇട്ടേക്കുന്നത്. ബദാമിൻ്റെ ഇല വെള്ളത്തിന് കട്ടൻ ചായ കളറാണ്.